അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോൾ കരതാതിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ, തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമെൻ കൺമണി. sa sa pa pa ma ma re sa sa ni re sa ni re sa ni sa dha 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 ni re 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 ma ga ga pa pa da pa sa ma re ga ma ga re sa re re da pa ma pa sa pa ma pa re ma ga da sa ni re sa 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 ni re sa അമ്മ, ഞാനൊന്ന് പുറത്ത് പോയി വേഗം വരാട്ടോ. എന്തേലും കഴിച്ചിട്ട് പോടാ ഇറക്കാ. വന്നിട്ട് കഴിക്കാമ്മ, ഇപ്പൊ നിന്നെ സമയമില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. എപ്പോഴാന്ന് വെച്ചാൽ വന്ന് കഴിക്കും. ബാക്കിയുള്ളവൻ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നത് വെറുതെയാ. അങ്ങനെ ഒരു പെങ്കൊച്ചുണ്ട്, സഹായിക്കണമെന്നല്ലോ. അപ്പൊ വല്ല മനസ്സുള്ള നോക്കി ബാക്കിയുള്ളവരുടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക. എന്തോന്ന് വസു, നീ രാവിലെ തന്നെ എന്തിനാ ചെറുക്കൻ്റെ വെറുതെ നീ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളൂ. പുറത്ത് പോയിട്ട് വന്നിട്ട് അവൻ കഴിക്കാന്നല്ല പറഞ്ഞേ. നീ വാ, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ട് പോയെന്ന് ജോലിക്ക് പോകാനുള്ള കാര്യം നോക്കട്ടെ. വാ ഇങ്ങോട്ട്. അച്ഛാ, ഞാൻ വേറെ വാട്ടോ. അമ്മാ, ഞാൻ പോയിട്ട് വന്നേച്ച് കഴിക്കാം കേട്ടോ. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ. ഹലോ, നമ്പ്യാർ മഠത്തിലെ വസുദ്ര മാധവൻ നമ്പ്യാർ അല്ലേ? ഫോണിൽ സംസാരിക്കണേ. അല്ലടി, മാടമ്പള്ളിയിലെ മനോരോഗിയായ നിന്റെ തന്ത ശങ്കരൻ നമ്പ്യാർ സംസാരിക്കണം. എന്തുവാടി വസു? പിന്നെ ഒന്ന് കുളിച്ചിട്ട് വരാവടിയെന്ന് പറഞ്ഞ് പോയവളാ. ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ട് അവളിപ്പം വിളിക്കണത്. കുറച്ച് അഴുകും തിരക്കായപ്പോടി, അതല്ലേ വിളിക്കാൻ പറ്റാഞ്ഞേ. പിന്നെ മാധവേട്ടൻ എന്തേ? മക്കളും ഒക്കെ സുഖമല്ലേ എല്ലാവർക്കും? ആടി, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, നിന്റെ ഏട്ടനും മക്കളും ഒക്കെ എന്തേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നീ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരിക? എത്ര നാളായി നമ്മൾ കണ്ടിട്ടൊക്കെ. ആടാ, ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിലെത്തും കേട്ടോ. സത്യമാണോടി പാമി നീ പറയണേ? അതോ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്പോഴും ഇങ്ങനെ പറ്റിക്കുമല്ലോ? ആടി, സത്യമാണ്. ഇനിയുള്ള കാലം നാട്ടിലെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതൊന്ന് പുതുക്കി പണിഞ്ഞിട്ട് അവിടെ വർക്ക് തുടങ്ങാമെന്ന് ഏട്ടന്ന് കരുതി. അല്ല ബാബേ, അപ്പം നീയും സത്യേട്ടന് മാത്രമേ വരുന്നുള്ളൂ? പിള്ളേരോ, അവരുടെ കാര്യം എങ്ങനെ? അല്ല വസു, ഞങ്ങൾ കരുതി മോളെ നാട്ടിലെ കോളേജിൽ ചേർന്നു. പിന്നെ അഗ്നിയുടെ കാര്യമാണ്. അവനെ എങ്ങനെയും നാട്ടിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നീ അടുത്ത ആഴ്ചത്തേക്ക് എത്തുന്നല്ലേ പറഞ്ഞേ? എന്നാൽ ശരിയടാ, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്, അതൊന്ന് ഒതുക്കി തീർക്കട്ടെ. എല്ലാവരും തിരഞ്ഞെന്ന് പറഞ്ഞേക്കണേ, പിള്ളേരെയും സത്യേടനെയൊക്കെ. എന്താ സത്യേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? உதட்டினிலே படுத்துக்கலாமா? முத்தமழையில் நனைஞ்சிக்கலாமா? கூந்தல் கொண்டே தூத்திக்கலாமா? പട്ടുപൂവേ കുട്ടിത്തീവേ വിരലിടൈ തൊട. ചുമ്മാ കണ്ടില്ല, അതിനെ വിളിച്ച്. എന്തോന്ന് സത്യേട്ടാ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ കാണാറാവാൻ? അതേലോ, നീ ഇപ്പോഴോ കുഞ്ഞു ബാമൂട്ടിയ. ഒന്ന് പോ മനുഷ്യ, വയസ്സാം കാലത്താ ഞാനൊരു കിന്നാരം പറച്ചില്. ഓ, വന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പ് എടുക്കൂട്ടെ. ഞാൻ എന്റെ ഭാര്യയോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് എന്റെ ഇടയിൽ കയറി വരുന്നത്. എനിക്ക് അപ്പുറത്തങ്ങളും പോയിരുന്നോടെ വേണ്ടേ? അല്ലെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് കളിക്ക്. പോ നീട്ടി പോ. അയ്യോടെ തന്നെ റൊമാൻസിക്കാൻ പറ്റിയ പ്രായം. കെട്ടുപ്രായമായ മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. എനിക്ക് താഴെ ഒരാള് സമ്മതിക്കില്ല തണ്ടേ, ഞാൻ സമ്മതിക്കില്ല അതിന്. നീ
ഞാൻ അന്നേ പറഞ്ഞല്ലേ ബാമേ, ഇത് വേണ്ട, നമുക്ക് മറ്റേ കൊച്ചിനെ എടുത്താൽ മതിയെന്ന്. കണ്ടോ, വന്ന് നിന്റെ സ്വഭാവം തന്നെ നീ തന്നെ നോക്ക്. മറ്റേത് മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് കണ്ടോന്നേ പോതണ്ടേ എന്നെയല്ലേ നിങ്ങളെ എടുത്തോണ്ട് വന്നത്. ഇത് ചുമ്മാ ഒരു കത്തിയേട്ടാ, എടുത്തോണ്ട് വരാനാണെങ്കിൽ നമുക്ക് നല്ല നോക്കി എടുത്തോണ്ട് വന്നൂടെ? ഇങ്ങനെയുള്ള സാധനമൊക്കെ എടുത്തോണ്ട് വരുമോ? ഞാനേ പറയണേ. ഭാര്യയും ഭർത്താവും ഒന്നായി ഇപ്പൊ നമ്മളവിട്ട് കണ്ടോ, നിങ്ങൾക്കുള്ള ഫുഡും കൂടെ ഞാനാ കഴിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പട്ടിണി കാക്ക്. ഓ, വലിയ കാര്യമായിപ്പോയി. എന്റെ ഭാര്യയ്ക്ക് എനിക്ക് ഫുഡ് വാങ്ങാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ വേണമെങ്കിൽ ഞങ്ങളുടെ ഫുഡ് കഴിച്ചോ. ആ, പിന്നെ ഒരു കാര്യം, നിന്റെ ഏട്ടന്റെ ഫുഡോടെ ബാക്കി വെച്ചിട്ട് വേണം നീ കഴിക്കാൻ, ഇല്ലെങ്കിൽ അവൻ വന്ന് നിന്നെ ഫ്രൈ ആക്കി വിടും. കൊള്ളാലോ. എന്താ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമേ ഫുഡ് വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ? നിങ്ങൾക്കൊരു മോളുണ്ട്, അല്ലെങ്കിൽ അതിന് ഏറ്റവും താഴെ ഒരു നല്ല സുന്ദരി ഒരു മോളുണ്ട്. ആ ഒരു കുട്ടിക്കെങ്കിലും ഒരല്പം സ്നേഹം, ഫുഡ്. അയ്യടി, എനിക്ക് എന്റെ ഭാര്യ കഴിഞ്ഞിട്ട് നിങ്ങളെ മക്കളുള്ളൂ. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതെന്റെ ഭാര്യ തന്നെയായിരിക്കും എന്നും. ഓ പിന്നെ ഒരു സ്നേഹമായ ഭർത്താവ് വന്നേക്കുന്നു. എനിക്കൊന്ന് വേണം പോകളാ. നമുക്ക് പാക്കിംഗ് ഒക്കെ പതിയെ ചെയ്യണ്ടേ? പിന്നെ നാളെ പാറൂട്ടിയുടെ കോളേജിൽ പോകണം. അവിടെ പോയി അവിടെ ട്രാൻസ്ഫറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ബാമേ, അഗ്നിയുടെ കാര്യം എങ്ങനെയാ? അവൻ നമ്മളോട് വരുമോ? അതെന്തോന്ന് സത്യമായിട്ട് നിങ്ങൾ മറന്നുപോയോ? അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞേ. എന്നിട്ടിപ്പോൾ എന്നോട് പറയുന്നു. ഇതുവരെ അതിൻ്റെ പറ്റി നിങ്ങൾ സംസാരിച്ചില്ലേ അവനോട്? നീ ഇങ്ങനൊരു മനുഷ്യൻ. എന്റെ പൊന്നു ബാമേ, ഞാൻ പറഞ്ഞതൊന്നും ആ ചെറുക്കൻ കേൾക്കില്ല. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് മയക്കി അവനെ കൊണ്ടുപാടി. നീ ആകുമ്പം അവനെ കൊണ്ടുവരാൻ എളുപ്പമോ? ഞാനൊന്ന് പറഞ്ഞ അവൻ കേൾക്കില്ല. പ്ലീസ് പിന്നെ ഒന്ന് ചെയ്യും. അയ്യടാ, എന്നെ കൊണ്ടൊന്നും മേല. നിങ്ങൾ അപ്പനെ മോനും എന്താണെന്ന് വെച്ചായിക്കോ, എന്നെ കൊണ്ട് പറ്റില്ല. തന്നെ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് പോയതല്ലേ, അങ്ങോട്ടങ്ങ് ചെയ്തേച്ചാൽ മതി. ഞാൻ പോവാം. ഇനി ബാമേ പ്ലീസ്, ഇനി പോകല്. ശരാ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാ? ആ ചെറുക്കനാണെങ്കിൽ ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. പാറൂട്ടിയോട് പറഞ്ഞു നോക്കിയാലോ? ഏതായാലും അവരുടെ കാല് പിടിക്കാൻ ഒരു ബിരിയാണിയുടെ കേസല്ലേ ഉള്ളൂ. നോക്കട്ടെ. മോനെ അഗ്നി, നീ വന്നോ? നെക്സ്റ്റ് വീക്കല്ല നമ്മളെല്ലാവരും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തേക്കണേ. നീ പാക്കിംഗ് ഒന്നും കഴിഞ്ഞു? നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പം എന്നത്തേക്കാ പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കണേ? നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പം ഇനി വരുന്നത് സൺഡേ. അന്നത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അല്ല, നീ വരുന്നില്ലേ? ഞാൻ വരുന്നു ഇല്ലെന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളേ ഇല്ല. പിന്നെ നീ വന്നേ ഉള്ളോ? ഫ്രഷ് ആയിട്ടാ. പിന്നെ അപ്പാ, നിങ്ങൾ കാര്യം അറിഞ്ഞോ? നമ്മുടെ ഭദ്രയില്ലേ, നമുക്കൊരു കല്യാണാലോചന വന്നു. അതിൽ നിനക്ക് ഭദ്രാന്നൊരു ഫ്രണ്ട് ഇവിടെ ഇല്ലല്ലോ. എടാ പൊട്ട, നമ്മുടെ നമ്പ്യാരുടെ മോള് ഭദ്ര. അവരുടെ കാര്യം നീ മറന്നു? ഭദ്രയോ? അതിന് അവർക്ക് സമ്മതമാണോ? ആയിരിക്കും, അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്തായാലും ഈ കാര്യം ഭദ്ര എന്നോട് പറഞ്ഞത്. കല്യാണമൊക്കെ നടക്കുമോ നടക്കാതിരിക്കുമോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അഗ്നി, എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നീ വരുന്നുണ്ടോ ഇല്ലയോ? വരാം.